ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡലമകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടയടച്ചു. പന്തളം രാജപ്രതിനിധി പുണർദം നാരായണവർമ്മയുടെ ദർശനത്തിനു ശേഷം രാവിലെ 6:45-നാണ് നടയടച്ചത്. ഇന്ന് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. രാവിലെ 5-ന് നട തുറന്നു. കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടത്തി. തുടർന്ന് തിരുവാഭരണ മടക്ക ഘോഷയാത്ര പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. പെരിയസ്വാമി മരുതുവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 30-അംഗ സംഘമാണ് വനപാതയിലൂടെ തിരുവാഭരണ പേടകവുമായി മടങ്ങിയത്. ജനുവരി 23-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെത്തും. പന്തളം രാജപ്രതിനിധി അയ്യപ്പനെ തൊഴുത ശേഷം മേൽശാന്തി E.D. പ്രസാദ് നമ്പൂതിരി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി. കഴുത്തിൽ രുദ്രാക്ഷമാലയും കയ്യിൽ യോഗദണ്ഡും അണിയിച്ചു. ഹരിവരാസനം ചൊല്ലി വിളക്കണച്ച് ശ്രീകോവിലിന് പുറത്തിറങ്ങി നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് നൽകി. 18-ാം പടി ഇറങ്ങി ആചാരപരമായ ചടങ്ങ് നടത്തി. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജുവിന്റെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീനിവാസന് രാജപ്രതിനിധി കൈമാറി. മാസപൂജ ചെലവുകൾക്കുള്ള പണക്കിഴിയും നൽകി. രാജപ്രതിനിധി പന്തളം കൊട്ടാരത്തിലേക്ക് യാത്രയായതോടെ മറ്റൊരു തീർത്ഥാടന കാലത്തിനും സമാപനമായി. 53 ലക്ഷത്തോളം ഭക്തരാണ് ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, എരുമേലി.